ഇന്ന് രാവിലെയും ആസ് യൂഷ്വൽ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ് കേട്ടോ. മഴക്കാലാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള വെയിലാണല്ലേ. അതിന്റെ ഒരു കുട്ടൻസ് എന്താണാവോ. അല്ലെങ്കിലും രാവിലെ കുറച്ച് വെയിൽ നല്ലതാ. ഇവരൊക്കെ ഒന്ന് എണീപ്പിച്ച് ഉന്തിപ്പെറുക്കി വിടണ്ടേ. ഞാൻ ഇന്ന് മുതൽ ഇച്ചിരി ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ രീതിയിലല്ല, ചെറുതായിട്ട്. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇച്ചിരി കഴിക്കുകയും ചെയ്യും. നല്ലൊന്ന് പോഷൻ കൺട്രോൾ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വാതിൽ മാറ്റി പണിയേണ്ടി വന്നാലോ. അതൊക്കെ ഇപ്പൊ സുജിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവൂലേ. ഡൈനിങ് ടേബിൾ മൊത്തം മക്കള് ബുക്കൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കാൻ നിന്നതായിരുന്നു. അപ്പോഴാണ് ആര്യന്റെ കളറിംഗ് ബുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അടുത്ത് കളറും ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് ഇരുന്ന് കളർ ചെയ്യാൻ അങ്ങോട്ട് ആരംഭിച്ചു. ഇതൊക്കെ രസമല്ലേ. ക്ലീനിങ് ഒക്കെ പിന്നെ പാതി വഴിക്കൽ അവിടെ അങ്ങോട്ട് നിന്നു. കളറിംഗ് ബുക്ക് ഫോർ അഡൽട്സ് എന്നാണ്. അഡൽട്സ് എന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്നെ തെറ്റ് പറയാനൊന്നും പറ്റൂല. പിന്നെ ഒരു സംശയം, ആരും വന്ന് എന്നെ വെടിവെച്ചിടുവോ എന്നുള്ളതാണ്. അവൻ കളർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണല്ലോ. പക്ഷെ എനിക്ക് ഈ സംഭവം ബേഷ അങ്ങോട്ട് ബോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പേജും കൂടി അങ്ങോട്ട് കളർ ചെയ്യാൻ നിന്നു. ഇതാ കുറച്ച് കളറുകളൊക്കെ ആഡ് ചെയ്തു. അപ്പോഴേക്കും പിന്നെ സമയം അങ്ങോട്ട് വല്ലാണ്ട് കടന്നുപോയി. കിച്ചണിൽ ഇച്ചിരി പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മക്കളെ പിക്ക് ചെയ്യാനും വേണ്ടി ഇറങ്ങി കേട്ടോ. ഞാൻ രാവിലെ വെയിലാന്ന് പറഞ്ഞുകൊണ്ടാവണം ഒരു ചെറിയ ചാറ്റൽ മഴ അങ്ങോട്ട് ഈവനിങ് എന്റെ വായ അടുപ്പിക്കാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെ അവർ വീട്ടിലൊക്കെ എത്തിയതിനു ശേഷം അവർ കോണ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് മുളകൊക്കെ പുരട്ടി ഇങ്ങനെ കറക്റ്റ് 3 പീസാക്കി കൊടുക്കുകയാണ്. മക്കളും ഉണ്ട്, മക്കളെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് 3 പീസാക്കുക എന്നുള്ളത് ചെറിയൊരു പണിയല്ല കേട്ടോ. കത്തികളൊക്കെ മാറി അങ്ങോട്ട് ഉപയോഗിക്കേണ്ടി വന്നു. ഇവരെ 3 പേരെടുത്തുനിന്നും ആ കോൺ എങ്ങനെ കയ്യിലാക്കാന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ ലിയോ. വല്ലാത്തൊരു കൊതിയൻ ചെക്കൻ തന്നെ കേട്ടോ. പിന്നാലെ ഓടി മക്കള് 3 ആളും ഇക്ഷ എല്ലാ വരകളും വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മക്കളോട് അധികം പുറത്തിരിക്കേണ്ട, ഉള്ളോട്ട് കയറി പോയിക്ക, ഉള്ളിന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് മക്കളെ അകത്തേക്ക് വിട്ടു. ഇവന്റെ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് ചന്തു 1-2 ബിസ്ക്കറ്റ് അങ്ങനെ കൊടുത്തു കേട്ടോ. ഇന്ന് സൂചി പതിവിലും കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഈവനിങ് ആയപ്പോഴേ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു മൂവി ഒക്കെ ഒന്ന് കണ്ടിരിക്കാന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ ഈ വീക്കെൻഡിലാണ് ഇതൊക്കെ ചെയ്യല്. പക്ഷെ സൂചി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അതിരടി മൂവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ അങ്ങനെ കാണുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ടോട്ടോച്ചൻ വന്നത്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ ഡോഗ് ഷോക്ക് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. അവന്റെ ട്രെയിനർ ലിയോ ഫുൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ വീണ്ടും കണ്ടപ്പോ ടോട്ടോ ആസ് യൂഷ്വൽ വെറും കൈയോടെ നല്ല വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം 2 മെഡൽ ഉണ്ട് കേട്ടോ. അവന് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഓൻ ചില്ലറക്കാരനല്ല. അങ്ങനെ രാത്രിയിലെ പണിയും ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊരു വിസ്താര കുളി അങ്ങോട്ട് പാസ്സാക്കി. ഇനിയിപ്പോ നാളെ സ്കൂൾ ഉണ്ടല്ലോ, കുറച്ച് നേരത്തെ എഴുന്നേക്കണല്ലോ. അപ്പൊ പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പൊ ശരി, ബൈ.